ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മയായിട്ടുള്ള വശങ്ങളായിരിക്കുമോ തിന്മയായിട്ടുള്ള വശങ്ങളായിരിക്കുമോ കൂടുതലുണ്ടായിരിക്കുക. മൊത്തത്തിൽ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അവൻ്റെ ചെറുപ്പം മുതൽ മരണം വരെയുള്ള മൊത്തം അവൻ്റെ പ്രവർത്തനങ്ങൾ, സംസാരം, അതുപോലെ അങ്ങനെയുള്ള അവൻ്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനം നടത്തി കഴിഞ്ഞാൽ അതിൽ നമ്മൾ മൊത്തത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ നന്മയായ വശങ്ങളായിരിക്കുമോ തിന്മയായ വശങ്ങളായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. സംശയമൊന്നുമില്ല, നന്മയായ വശങ്ങളായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. പക്ഷേ നമ്മളെല്ലായ്പ്പോഴും കാണുന്നത് നന്മയായ വശത്തേക്കാളെ അധികമായിട്ട് മറ്റുള്ളവരിലുള്ള തിന്മയായ വശങ്ങളാണ്, മോശം വശങ്ങളാണ് കാണുന്നത്. ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ വിലയിരുത്തുന്നു, അവരെ അങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാനൊരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. ആണോ, ഇതിൽ നിങ്ങൾ എന്നാ കാണുന്നത്? ഒരു വെള്ള പേപ്പർ ആണോ കാണുന്നത്? അതോ എന്ത് കാണുന്നു ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഈ പേപ്പറിൽ ഒരു സ്പോട്ട് കാണുന്നുണ്ട് അല്ലേ? നീലമഷിക്ക് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്പോട്ട്. ഇതാണ് ആദ്യമേ നിങ്ങളുടെ ദൃഷ്ടിയിൽ പെടുകയുള്ളൂ. ഞാൻ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഞാനൊരു വെള്ള പേപ്പറാണ് കാണുന്നത്, അതിലൊരു ചെറിയ സ്പോട്ട് ഉണ്ട്, എന്നാലും കാണുന്ന വെള്ള പേപ്പറാണെന്ന് നിങ്ങൾ ആരും പറയാറുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഈ മൊത്തം ഈ പേപ്പറിൻ്റെ ഒരു പ്രതലം കണക്കാക്കുമ്പോൾ അത് ആ സ്പോട്ടിൻ്റെ വലിപ്പം ഈ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ട്? വളരെ ചെറുതാണ്. പക്ഷെ ആദ്യം നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നത് എന്താണ്? ആ സ്പോട്ടാണ്. ശരിയല്ലേ? എന്നാൽ ഇത്രയും വിശാലമായ പേപ്പർ അതിലുണ്ട്. അതുകൊണ്ട് ആ വെള്ള പേപ്പർ നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ് നമ്മളിൽ കുടികൊള്ളുന്ന ഒരു വാസന. അതായത് മറ്റുള്ളവരിലുള്ള തിന്മയായ വശങ്ങൾ പെട്ടെന്ന് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടും. അവരുടെ ജീവിതത്തിലാകുമ്പോൾ അവർ ചെയ്യുന്ന നന്മയായ വശങ്ങളെല്ലാം മൂടിക്കളയും. അവരവരുടെ കുടുംബത്തിന് വേണ്ടി കരുതുന്നുണ്ട്, അവരുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അവരെന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ. പക്ഷെ അതെല്ലാം വെള്ളപ്പേപ്പർ പോലെ വളരെ വിശാലമാണ്. പക്ഷെ നമ്മളത് കാണത്തില്ല. അവരിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ മുഴച്ച് കാണും. ബാക്കിയ നന്മയായ വശങ്ങളെല്ലാം നമ്മൾ വിട്ടുകളയും. ഇത് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കുടികൊള്ളുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ഈ വിധത്തിൽ കാണുമ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റിയല്ല. ശരിയല്ലേ? അവരെ നമ്മളൊരു വെറുപ്പോടെ വീക്ഷിക്കൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിലുള്ള നന്മ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അവരെ കുറ്റം പറയുന്നതിന് മുമ്പ് അവരങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ പല വിധത്തിൽ അവരിലുള്ള കുറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് അവർ ചെയ്തിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള നന്മയായ കാര്യങ്ങളുണ്ട്, അതിനെ വിലമതിക്കാൻ പഠിക്കുക. അപ്പോൾ അത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയും. വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവും. ശരിയല്ലേ? അപ്പോൾ അതിന് നമ്മൾ ശ്രമിക്കേണ്ട, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാനുണ്ട്. നമ്മൾ കുടികൊള്ളുന്ന ഒരു മോശമായ പ്രവണതയാണിത്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ പോരാടേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് വിജയിക്കാൻ കഴിയും. നമ്മളത് നിരന്തരമായി ശ്രമം നടത്തിയാൽ മതി. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വേറൊരാളെ കുറിച്ച് ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള അവർ കുടികൊള്ളുന്ന ഏതെങ്കിലും ഒരു മോശമായ വശത്തെക്കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് തിരിച്ചുവിടാൻ കഴിയും. അവർ ചെയ്തിട്ടുള്ള എത്രയോ നന്മയായ കാര്യങ്ങളുണ്ട്, അതിലേക്ക് ആ ഒരു വിഷയം നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അവരെത്ര കാര്യമായിട്ടാണ് അവരുടെ കുടുംബത്തെ നോക്കുന്നത്, അദ്ദേഹം കഠിനാധ്വാനം ചെയ്താണ് കുടുംബത്തെ പുലർത്തുന്നത്, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനെ അമ്മയാവൻ പുള്ളി നന്നായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ വേലയിൽ കഠിനാധ്വാനിയാണ്, അങ്ങനെ ഒട്ടനവധി ഇല്ലേ? എന്തോരം കാര്യങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു സംഭാഷണത്തിൽ തിരിച്ചുവിടുകയാണെങ്കിൽ നമ്മൾ ആരോട് സംസാരിക്കുന്നു ആ വ്യക്തിയിൽ ഈ വ്യക്തിയോടുള്ള നല്ല ചില മനോഭാവങ്ങൾ വളർന്നു വരാനിടയായിത്തീരും. അത് വ്യക്തിബന്ധങ്ങളെ ദൃഢമാക്കി തീർക്കും. എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മോശമായ തരത്തിലുള്ള പ്രവണതയ്ക്കെതിരെ പോരാടാം. അങ്ങനെ മറ്റുള്ളവരെ നന്മ കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തികളായി തീരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.